നമസ്കാരം. സ്വാമി ഭരണം. ഞാൻ PN മഹേഷ് നമ്പൂതിരി, ശബരിമല മേൽശാന്തി. കർക്കിടകം 13 ജൂലൈ 28 ഞായറാഴ്ച നമ്മുടെ ദേശദേവനായിട്ട് തിരുവാരപ്പട്ടിയിൽ കുടികൊള്ളുന്ന മഹാദേവന്റെ തിരുസന്നിധിയിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ടും നടക്കുന്ന വിവരം ഇതിനോടകം നാട്ടുകാരായ നാം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. തീർച്ചയായിട്ടും ഈ മഹൽ സൗഭാഗ്യം വേണ്ടവണ്ണം എല്ലാ ഭക്തജനങ്ങളും വിനിയോഗിക്കണമെന്ന് ശബരിമല മേൽശാന്തി എന്ന നിലയിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഗണപതി ഹോമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എല്ലാ ദേവതകളുടെയും ചൈതന്യം ഒരു ദേവനിൽ അങ്ങനെ കണക്കാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഗണപതി എന്ന് പറയുന്നത്. വേദങ്ങളിൽ ഗണപതിയെ പറ്റി പറയുമ്പോൾ ഗണപതിയെ ഉദ്ഘോഷിക്കുന്നത് ഗണാനാന്ത്വാ ഗണപതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒരു കൂട്ടം ദേവതകളുടെ ചൈതന്യം ഒരു ദേവനിൽ, ഇത് നമുക്ക് ഗണപതി ഹോമത്തിൻ്റെ വസ്തുക്കളും അതിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, ദേവതകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഗണപതി ഹോമത്തിന് ഇപ്പോൾ സാധാരണ ചെറിയ ഗണപതി ഹോമമാണെങ്കിലും അതിൽ ഈ നാളികേരം തുടങ്ങിയ ആ ഗണപതിക്കൂട്ട് ഗണപതിയുടെ മന്ത്രം കൊണ്ട് ഹോമിക്കുന്നു. കൂടാതെ തെച്ചിപ്പൂവ് നാരെല്ലാം കളഞ്ഞ് 3 വീതം സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഈ ഗണപതി ആവാഹിച്ച് ആ ഗണപതി ഹോമത്തിന്റെ കുണ്ടത്തിൽ തന്നെ ഹോമിക്കണം. അത് കഴിഞ്ഞ് മുക്കുറ്റി അശ്വാരൂഢമൂർത്തിയായിട്ടുള്ള ദേവിയുടെ മന്ത്രം കൊണ്ട് ഈ ഗണപതി ഹോമത്തിൽ തന്നെയാണ് മുക്കുറ്റി. അതുപോലെ കറുക മൃത്യുഞ്ജയമൂർത്തിയായിട്ടുള്ള മഹാദേവന്റെ മന്ത്രം കൊണ്ട് കറുക, അതും ഗണപതി ഹോമത്തിൽ തന്നെ. പിന്നെ കൂവളത്തിന്റെ ചമത, കൂവളക്കമ്പ്, അത് ശ്രീബീജം കൊണ്ട് ഹോമിക്കണം. അത് കഴിഞ്ഞ് ഈ ചിരട്ട, താമരപ്പൂവ്, അതുപോലെ ഇങ്ങനെ ഓരോ വസ്തുക്കളും അതിൽ ഹോമിക്കുന്ന ദ്രവ്യങ്ങൾ അതിൻ്റെ മന്ത്രവും ദേവതയും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവതകളുടെ എല്ലാം ചൈതന്യം ഒരു ദേവനിൽ എന്ന് പറഞ്ഞ് അതാണ് പറഞ്ഞത് ഗണാനാന്ത്വാ ഗണപതി എന്ന് പറഞ്ഞ് വേദങ്ങൾ തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഇനി അതിന് നാം കൽപ്പിച്ചിരിക്കുന്ന ഒരു രൂപം കൂടെ നോക്കുക. ആനയുടെ ശിരസ് ആയിട്ട് ഗണപതിയെ നമ്മൾ ധ്യാനിക്കുമ്പോഴും അതിൻ്റെ രൂപം അങ്ങനെ എന്ന് ഒരു ഭാവത്തിൽ ധ്യാനിക്കുന്നു. ഇത് ഈ ആനയ്ക്ക് സ്ഥിതിവിശേഷം എല്ലാവർക്കും അറിയാവുന്നതാണ്. മുന്നിൽ കാണുന്ന പ്രതിബന്ധങ്ങളെ തട്ടി നീക്കി മുന്നോട്ട് പോകുവാനുള്ള, അതിനിപ്പോൾ വേറൊന്നും നോക്കാനില്ല. മുമ്പിൽ എന്ത് പ്രതിബന്ധങ്ങളാണെങ്കിലും അതിനെ തട്ടി നിരത്തി ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് മാത്രമാണ് അതിൻ്റെ ഒരു പ്രധാന. അതിന് എന്താ പറയുക, ആ ഗണപതി ഈ ആന സങ്കല്പിക്കണം, അത് മാത്രമേ ഉള്ളൂ. മുമ്പിൽ എന്താ പ്രതിബന്ധം, അത് എത്ര ശക്തിയുള്ളതൊന്നും അതിന് ബാധകമല്ല. അതെല്ലാം തട്ടി നീക്കി അതിൻ്റെ ലക്ഷ്യത്തിലെത്തുക, ഇങ്ങനെ ഒരു സങ്കല്പത്തിലാണ് അത് എൻ്റെ യാത്രയും എല്ലാം. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ഇപ്പം അതിൻ്റെ ഈ ഗണപതിയെ ധ്യാനിക്കണത്. ആ സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ശുഭകാര്യങ്ങൾക്ക് ഏതിനായാലും ഇറങ്ങിത്തിരിക്കുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഗണപതിയെ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഒരു വിളക്ക് വയ്ക്കുക ഗണപതിക്ക്, അല്ലെങ്കിൽ ഒരു നാളികേരം അടിക്കുക, ഗണപതി ഹോമം കഴിക്കുക. അങ്ങനെ പല രീതിയിൽ ആ ദേവനെ ഒന്ന് സ്മരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത്. ഇനിയിപ്പോൾ പൂജാദി കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് കാണാം, ഗണപതി നേതിച്ചാണ് പൂജാദി കാര്യങ്ങളിലും എല്ലാം ഇങ്ങനെ. അപ്പം അതിന് ഒരു കാരണമായത് ഒരു സമയം ഈ പറഞ്ഞതുപോലെ ഈ ഒരു ദേവനെ ആരാധിച്ചാൽ അനേകം ദേവതകളുടെ ആ ചൈതന്യം ഒന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് ആ ദേവതകളുടെ എല്ലാം അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാവാം പഴയ കാലം മുതൽ തന്നെ നമ്മുടെ ഒരു സംസ്കാരത്തിലും എല്ലാം ഗണപതിയെ ധ്യാനിച്ച് അല്ലെങ്കിൽ ഗണപതിയെ സ്മരിച്ചിട്ടാണ് ഏത് ശുഭകാര്യങ്ങളും തുടങ്ങുന്നത് എന്ന് പറഞ്ഞത്. അത് അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മുടെ ദേശദേവനായിട്ട് ഇവിടെ കുടികൊള്ളുന്ന തിരുവാരപ്പട്ടിയപ്പൻ്റെ മുന്നിൽ തിരുസന്നിധിയിൽ മേൽശാന്തി വൃശ്ചിക വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജയൂട്ടും ആനയൂട്ടം നടക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ, സമ്മർദ്ദങ്ങൾ, മറ്റു കാര്യങ്ങൾ, ജീവിതയാത്രയിൽ അനേകം ബുദ്ധിമുട്ടുകളും ഇതെല്ലാം നമുക്കുണ്ട്. ഒരു കയറ്റം നടന്ന് നമ്മൾ കയറുവാണെങ്കിൽ ഒരിറക്കം എന്ന് പറഞ്ഞതുപോലെ ജീവിതയാത്രയിലും എല്ലായ്പ്പോഴും സുഖം അങ്ങനെ ധരിക്കേണ്ട. ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, സമ്മർദ്ദങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ പ്രതിബന്ധങ്ങളെയെല്ലാം പെട്ടെന്ന് തട്ടിമാറ്റി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചാൽ
മനുഷ്യനായിട്ട് ജന്മമെടുത്തതിൻ്റെ ലക്ഷ്യം എന്തെന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള യാത്ര സുഗമമാക്കി തീർക്കുന്നതിന് ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും മറ്റ് എല്ലാത്തിൻ്റെയും കലകൾ എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. പഴയകാലത്ത് ക്ഷേത്ര കലകൾ എല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് വാദ്യങ്ങൾ, സംഗീതം എന്ന് വേണ്ട ഇതുപോലുള്ള കല എല്ലാം നിലനിന്ന് പോകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജഗതീശ്വരനായിട്ട് പാർവതി പരമേശ്വരന്മാരായിട്ട് ജഗത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിട്ട് കൂടിയുള്ളുന്ന തിരുവാരപ്പട്ടിയപ്പൻ നമ്മുടെ ദേശനാഥനും കൂടി ആയ ആ തിരുവാരപ്പട്ടിയപ്പൻ്റെ മുന്നിൽ ഈ ഞായറാഴ്ച നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതിഹോമത്തിൽ തീർച്ചയായിട്ടും സമയം കണ്ടെത്തി നമ്മൾ പങ്കെടുത്ത് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് ഈ സംരംഭം വളരെ വിജയപ്രദമാക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.